മിക്ക ട്രേഡേഴ്സും വർഷങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്ട്രാറ്റജിക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അവർ ഇൻഡിക്കേറ്ററുകളിൽ നിന്ന് പ്രൈസ് ആക്ഷനുകളിലേക്കും അവിടെ നിന്ന് സ്മാർട്ട് മണി കൺസെപ്റ്റിലേക്കും ചാടിക്കൊണ്ടേയിരിക്കും. അടുത്ത ഒരു രഹസ്യം കൂടി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. മണിക്കൂറുകളോളം ചാർട്ടിൽ നോക്കി ടെൻഷൻ അടിച്ച് അടുത്ത സിസ്റ്റം എങ്ങനെയെങ്കിലും വിജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം. 99% ട്രേഡേഴ്സും ഫെയിൽ ആവുന്നത് ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അത് IQ കുറവ് കൊണ്ടല്ല, അല്ലെങ്കിൽ സ്ട്രാറ്റജി മോശമായത് കൊണ്ടല്ല, ഇൻഡിക്കേറ്റർ തെറ്റായത് കൊണ്ടുമല്ല. നിങ്ങൾക്ക് ഒരൊറ്റ സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു സ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല സിസ്റ്റം ഉപയോഗിച്ചാലും അക്കൗണ്ട് സീറോ ആകും. ഞാനിന്ന് പറയുന്നത് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് സ്ട്രാറ്റജിയെ കുറിച്ചല്ല, ക്ഷമയെ പറ്റിയാണ്. പക്ഷെ ഇത് തന്നെയാണ് ദിസ് ഈസ് ദ റെയറസ്റ്റ് വെർച്യു ഇൻ ട്രേഡിംഗ്. നല്ല ക്ഷമയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നഷ്ടം വരുത്തുന്ന ട്രേഡിൽ നിന്നും ലാഭമുണ്ടാക്കുന്ന ട്രേഡുകളെ വേർതിരിച്ചറിയാൻ കഴിയുന്നത്? ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും ആ ക്ഷമ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് മനസ്സിലാകും.